ഞായറാഴ്ച ചുമ്മാ വീട്ടിൽ ഇങ്ങനെ റീൽസും കണ്ടോണ്ടിരുന്നപ്പോഴായിരുന്നു മോലാളിയുടെ ഒരു message. നമുക്ക് സ്റ്റാഫ് എല്ലാവർക്കും ആയിട്ട് കൊല്ലത്തെ അഷ്ടമുടിക്കായലിൽ നമുക്ക് ഹൗസ് ബോട്ടിങ്ങിന് പോയാലോ. പിന്നെ ഒന്നും നോക്കിയില്ല, മോലാളിയുടെ ഓക്കെ എല്ലാം സെറ്റാക്കി റെഡിയായി. വിജയ ചേച്ചി കാറിൽ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ട് ഗേറ്റ് തുറന്നിട്ട് അവിടെ കാര്യത്തിലെ ചേച്ചിയെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ പോസ്റ്റ് കഴിഞ്ഞ ചേച്ചി പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ജിനിയെ വിളിക്കാൻ വേണ്ടി പോയി. ഇതാ ഞാൻ പറഞ്ഞ ജിനി, ആള് നമ്മുടെ ഷോപ്പിൽ അക്കൗണ്ടന്റ്. അടുത്ത ഒരാളെ പിക്ക് ചെയ്യാം. ഇതാണ് ഫാത്തിമ. ഇരിക്കുന്നത് നോക്കണ്ട, ആളിച്ചിരി പിണക്കത്തിന്റെ ആൾ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. ഇനി കുറച്ച് പേരോട് വരാണ്. ആ പോകുന്ന ആളാണ് നമ്മുടെ മോലാളി ബിജു. അങ്ങനെ സ്റ്റാഫ് എല്ലാവരും എത്തി. ഞങ്ങൾ മൊത്തം 8 പേരുണ്ട്. അതുകൊണ്ട് 2 കാറിലാണ് പോകുന്നത്. രാവിലെ റോഡ് നല്ല ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെയിറ്ററിയൻ ഹോട്ടലിലാണ് കയറിയത്. ഞാൻ ഒരു മസാല ദോശയാണ് ഓർഡർ ചെയ്തത്, കൂടെ ഒരു വടയും. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. അങ്ങനെ ഹൗസ് ബോട്ടിന്റെ അകത്ത് കയറി. അപ്പോൾ വരുന്ന ഒരു അമ്മച്ചി. ഞാൻ ഒന്നും മൈൻഡ് ആക്കാൻ നേരെ അകത്തോട്ട് കയറി. എത്തി നോക്കുന്ന ഇവനാണ് നന്ദു. പിന്നെ റൂമൊന്നും ഒരു രക്ഷയൊന്നും നോക്കിയില്ല, കയറിയും കിടന്നു. ഇതാണ് ഹൗസ് ബോട്ടിന്റെ ഫസ്റ്റ് ഫ്ലോർ. ഞങ്ങളാണ് ആദ്യം വന്നത്. പിന്നെ അവിടെ കുറെ പൊളിഞ്ഞ ബോട്ടൊക്കെ കിടക്കും. നിൽക്കുന്ന ആളാണ് അഖിലേട്ടൻ. അങ്ങനെ ബോട്ട് അവിടെ നിന്ന് മൂവായി തുടങ്ങി. അപ്പോഴേക്കും വെൽക്കം ഡ്രിങ്ക് ഈ ചൂടത്ത് ഫുഡിട്ടോണ്ടിരിക്കുന്നതിനാണ് സുഖം. അങ്ങനെ ഈ ചേട്ടൻ ഇന്നത്തെ ആക്ടിവിറ്റീസിനെ കുറിച്ച് പരിചയപ്പെടുത്തി. പിന്നെ കുറച്ച് നേരം ഈ ഡ്രൈവർ ഏട്ടനോട് പോയി 11 മണിയായപ്പോഴത്തേക്കും കപ്പയും ചൂരക്കറിയും വന്നു. ചൂരക്കറി ഒരു രക്ഷയില്ല. പിന്നെ അവര് നമുക്ക് കുറച്ച് ടാസ്ക് ഒക്കെ അതൊക്കെ കഴിഞ്ഞ് മൺട്രത്തുരുത്തി പോകാൻ വേണ്ടി ലൈഫ് ജാക്കറ്റ് ഇട്ട് ഞങ്ങളെല്ലാവരും സെറ്റ് ആയിരുന്നു. ഓപ്പൺ ബോട്ടിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. നല്ല വെയിലുള്ളതുകൊണ്ട് ഓരോ തൊപ്പിയും കിട്ടി, കൂടാതെ തലയ്ക്കൊരു അടിയും കിട്ടി. ആ അടിയും മേടിച്ച് ഞങ്ങൾ നേരെ പോയൊരു തുരുത്തിലേക്ക്. ബോട്ട് നിർത്തിയിട്ടുണ്ട് താമസം. മോലാളി ഓടി മരത്തേക്ക്. എനിക്ക് പിന്നെ വെയിറ്റ് തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല, അവരെല്ലാം കയറി. പിന്നെ തിരിച്ച് നമ്മൾ നമ്മുടെ ബോട്ടിലെത്തി. പിന്നെ ഡ്രൈവർ ഏട്ടൻ ഇല്ലാത്ത തക്കം നോക്കി അവിടെ കയറി കിടന്ന് കുറച്ച് ഷോ ആണ്. സ്റ്റിയറിംഗ് കൊള്ളാം, പവർ സ്റ്റിയറിംഗ്. 1:30 ആയപ്പോഴത്തേക്ക് ഉച്ചക്കത്തെ ഫുഡും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സാമ്പ്രാണിക്കൊടി ആഴം കുറവായ ചെറിയ ബോട്ടിലാണ് അങ്ങോട്ട് പോയത്. റീൽസിലൊക്കെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. ഡെയിലി ഷോപ്പിൽ കുളിക്കാതെ വരുന്ന സുബിനെ മോലാളി വന്ന് ശരിക്കും കുളിപ്പിച്ചു. ഇതിന്റെ സ്വിച്ച് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഓഫ് ആക്കിയെങ്കിലും കൊടുത്തായിരുന്നു. മോലാളിക്ക് ഭ്രാന്താന്ന് പറഞ്ഞ അകേട്ടൻ അവിടെ നോടിക്കണം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബോട്ടിലെത്തി ഒരു കേക്കൊക്കെ മുറിച്ചു. അവരോടെല്ലാം ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.